മാന്യ പ്രേക്ഷകർക്ക് ആറ്റുകാൽ ജ്യോതിശാസ്ത്രം എന്ന വാരഫല പ്രവചന പരിപാടിയിലേക്ക് സ്വാഗതം. (2024) മെയ് മാസം 12 മുതൽ 18 വരെയുള്ള വാരഫലമാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. മേടരാശി അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 താഴി ചേരുന്ന 2.25 നക്ഷത്രമാണ് മേടരാശി. മേടരാശിക്കാർക്ക് പൊതുവെ ഈ വാരം സാമ്പത്തിക നേട്ടങ്ങളും മനസ്സമാധാനവും സന്തോഷവും ഐശ്വര്യവും സൽകീർത്തിയും പ്രതീക്ഷിക്കാം. ദാമ്പത്യ സുഖം ഈ വാരത്തിലുണ്ടാവും. സഹോദരാദി ഗുണം ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം. മാതൃഗുണവും ഈ വാരത്തിൽ അനുഭവപ്പെടും. സന്താന ഗുണം പ്രതീക്ഷിക്കാം. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും വിജയസാധ്യത ഉണ്ടാവും. കലാപരമായി ബന്ധപ്പെട്ട് തോന്നിച്ചവർക്ക് ഈ വാരം നന്നായിരിക്കും. കർമ്മസംബന്ധമായിട്ടുള്ള നേട്ടങ്ങളുണ്ടാവും. പല വിധത്തിലുള്ള ധനലാഭങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. പൊതുവെ ഈ വാരം സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടും തൊഴിൽപരമായിട്ടും നല്ലൊരു മാറ്റം പ്രതീക്ഷിക്കാം. ഇടവരാശി കാർത്തിക മുക്കാലും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ 30 നാഴിയും കൂടി ചേരുന്ന 2.25 നക്ഷത്രമാണ് ഇടവരാശി. ഇടവരാശിക്കാർക്ക് ഈ വാരം ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. മനസ്സിന് സമാധാനവും സന്തോഷമൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും വിജയസാധ്യത ഉണ്ടാവും. കണ്ടകശനിയാണെങ്കിലും തൊഴിൽപരമായിട്ട് അല്പം ഒരു മാറ്റം പ്രതീക്ഷിക്കാം. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ചെലവുകൾ വർദ്ധിക്കും. ആരോഗ്യപരമായിട്ട് അത്ര നല്ല സമയമല്ല. മനസ്സമാധാനക്കുറവ് വിഷമങ്ങളൊക്കെ ഉണ്ടാവും. ദാമ്പത്യ സുഖക്കുറവ് അനുഭവപ്പെടും. അപകീർത്തി ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറിയ ചെറിയ കാര്യങ്ങളിൽ പിടിവാശിയും മുൻകോപവും എല്ലാം ഉപേക്ഷിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പല വിധത്തിലുള്ള ടെൻഷനും മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങളും നിദ്രാഭംഗങ്ങളും ശത്രുദോഷങ്ങളും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക രംഗത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ്. ആവശ്യമില്ലാതെ കടം വാങ്ങിക്കുന്നതും കടം കൊടുക്കുന്നതും വളരെയധികം സൂക്ഷിക്കേണ്ട സമയമാണ്. സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങളിലെല്ലാം വിഷമിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ കൃത്യമായിട്ടും നോക്കിക്കണ്ട് വളരെ ശ്രദ്ധിച്ച് മാത്രം എന്ത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏതെങ്കിലും വിധത്തിൽ പണം ഡിപ്പോസിറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും കടം കൊടുക്കുമ്പോഴോ എല്ലാ കാര്യങ്ങളും 1-2 പ്രാവശ്യമെങ്കിലും ആലോചിച്ച ശേഷം മാത്രം തീരുമാനം എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ദോഷപരിഹാരമായിട്ട് വിഷ്ണുപ്രീതി വരുത്തുക, ശനിപ്രീതി വരുത്തുക. ദോഷങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവും. മിഥുനരാശിക്കാർക്ക് ഈ വാരം മാതാവിനോ മാതൃബന്ധുക്കൾക്കോ അരിഷ്ടതയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശത്രുക്കൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. ആഗ്രഹ സാഫല്യം ഉണ്ടാവും. വിദേശ യാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. മനസ്സമാധാനവും സന്തോഷവും ലഭിക്കും. മാതൃപിതൃഗുണം ഈ വാരത്തിലുണ്ടാവും. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങളിൽ ആരോഗ്യ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. ആരോഗ്യം വളരെ സൂക്ഷിക്കണം. എന്തെങ്കിലും രോഗാവസ്ഥകളോ എന്തെങ്കിലും അസുഖങ്ങളോ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ കൃത്യമായിട്ടും ആഹാര കാര്യങ്ങളിൽ വളരെ കൃത്യത പാലിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സമയത്തിന് ആഹാരം കഴിക്കുക, സമയത്തിന് നിദ്ര ഉറങ്ങുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൃത്യനിഷ്ഠയോടുകൂടി മുമ്പോട്ട് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പൊതുവെ ആരോഗ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും അത്ര അനുകൂലമായിട്ടുള്ള സമയമല്ല. പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ടെൻഷനും അനുഭവപ്പെടുന്നൊരു വാരമാണ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും വളർത്തി എങ്കിലും കർമ്മസംബന്ധമായിട്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാം. കിട്ടുന്നതിലുപരി ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചെലവുകൾ നിയന്ത്രിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാ കാര്യങ്ങളിലും അല്പം ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും. മാതാവിനോ മാതൃബന്ധുക്കൾക്കോ ശാരീരിക അസ്വസ്ഥതകളും വിഷമങ്ങളൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഗൃഹവാഹനാദി ഗുണം പ്രതീക്ഷിക്കാം. സ്വന്തമായിട്ട് വീട് വയ്ക്കുന്നതിനും വാഹനം വാങ്ങിക്കുന്നതിനും അനുകൂലമായിട്ടുള്ള സമയമാണ്. കർക്കിടരാശി പുണർത്തിൻ്റെ അവസാനത്തെ 15 കാഴികവും പൂയവും ആയില്യവും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് കർക്കിടരാശി. കർക്കിടരാശിക്കാർക്ക് ഈ വാരം പൊതുവെ നന്നായിരിക്കും. ഭാഗ്യപുഷ്ടിയും മനസ്സന്തോഷവും സമാധാനവും ലഭിക്കാൻ സാധ്യതയുണ്ട്. പല വിധത്തിലുള്ള നേട്ടങ്ങളുണ്ടാവും. തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും. മനസ്സമാധാനം കിട്ടും. കലാപരമായിട്ടും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കെല്ലാം വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും വിജയ സാധ്യതയുള്ള ഒരു സമയമാണ്. സഹോദരാദി ഗുണം പ്രതീക്ഷിക്കാം.
പല വിധത്തിലുള്ള നേട്ടങ്ങളുണ്ടാകും. ദാമ്പത്യപരമായിട്ട് ചെറിയ ചെറിയ പ്രയാസങ്ങളോ വിഷമങ്ങളോ അലച്ചിലോ ഉള്ളവർക്ക് അതിൽ നിന്നൊരു മോചനം പ്രതീക്ഷിക്കാം. ആരോഗ്യപരമായിട്ട് അത്ര നല്ല സമയമല്ല. കഫരോഗാദികളും കണ്ടത്തിന് മുകളിലോട്ടുള്ള അസുഖങ്ങൾ, നെഞ്ചുവേദന, ചുമ, കഫക്കെട്ട് തുടങ്ങി ശാരീരിക അസ്വസ്ഥതകളോ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളൊക്കെ അനുഭവപ്പെടാൻ സാധ്യത ഈ വാരത്തിൽ കൂടുതലാണ്. എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിക്കുക. ആരോഗ്യ കാര്യങ്ങളിൽ വളരെ സൂക്ഷിക്കുക. സാമ്പത്തികമായിട്ട് ഈ വാരം നന്നായിരിക്കും. തൊഴിൽപരമായിട്ടും മെച്ചമായിട്ടൊരു വാരം ആയിട്ട് പ്രതീക്ഷിക്കാം. കുറേശ്ശെ മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വ്യാഴത്തിൻ്റെ സ്ഥിതി അനുകൂലമായതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. നല്ല മാറ്റം ഉണ്ടാവും, ഉന്മേഷം ഉണ്ടാവും, ശത്രുദോഷം മാറിക്കിട്ടും, ശരീരസുഖം മാറ്റം, ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടാൻ സാധ്യതയുണ്ട്. ചിങ്ങരാശി. മകം, പൂരം, ഉത്തര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 താഴി ചേരുന്ന 2.25 നക്ഷത്രമാണ് ചിങ്ങരാശി. ചിങ്ങരാശിക്കാർക്ക് പൊതുവെ ഈ വാരം ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ദാമ്പത്യപരമായിട്ട് അത്ര നല്ല സമയമല്ല. ചെറിയ ചെറിയ സൗന്ദര്യ പിണക്കങ്ങളോ പ്രയാസങ്ങളോ വിഷമമോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ കലഹം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മുൻകോപം പിടിവാശി കഴിയുന്ന കുറയ്ക്കണം. എല്ലാ കാര്യങ്ങളിലും വളരെ സൂക്ഷ്മത വേണം. തൊഴിൽപരമായിട്ട് ശത്രുക്കൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. പല വിധത്തിലുള്ള തൊഴിൽ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും തൊഴിൽപരമായിട്ടുള്ള ഞെരുക്കങ്ങളും സാമ്പത്തിക വിഷമങ്ങളും പ്രതിസന്ധികളൊക്കെ തരണം ചെയ്യേണ്ടി അവസ്ഥ വരും. മുൻകോപം പിടിവാശിയും കഴിയുന്ന കുറയ്ക്കുന്നത് വളരെ നന്നായിരിക്കും. ജോലി നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വേറെ ആരെങ്കിലും ജോലി ലീവ് എടുത്തു കഴിഞ്ഞാൽ അവരുടെ ജോലിയും കൂടെ ചെയ്യേണ്ട അവസ്ഥകളുണ്ടാവും. ജോലി ഭാരം വർദ്ധിക്കും. എല്ലാ വിധത്തിലും ജോലി കിട്ടുമ്പോൾ സന്തോഷമായിട്ട് ജോലി മുൻപോട്ട് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ചില ഓഫീസുകളിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ അവർ ജോലി ചെയ്യാൻ ഭയങ്കര മടിയുള്ളവരായിരിക്കും. അവരൊരു കാര്യം ഓർമ്മിക്കില്ല. കാരണം അവർ ചെയ്യേണ്ട ജോലി എപ്പോഴായാലും അവർ തന്നെ ചെയ്യേണ്ട അവസ്ഥയാണ്. അപ്പോൾ അത് കൃത്യമായിട്ടും സത്യസന്ധമായിട്ടും നേരായ രീതിയിലും വളരെ സ്പീഡായിട്ട് ചെയ്ത് ശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ജോലി പെൻഡിങ്ങിൽ ഉണ്ടാകില്ല. അപ്പോൾ ചില ആൾക്കാർ ആ പെൻഡിങ്ങിൽ ജോലി ഇട്ട് വലിച്ചഴച്ച് 1 മാസം കൊണ്ട് ചെയ്യാനുള്ളത് 6 മാസം കൊണ്ട് ചെയ്യുന്ന അവസ്ഥകളുണ്ടാകും. അത്രയും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയും മാനസികമായിട്ട് പീഡിപ്പിക്കുകയും പ്രയാസപ്പെടുത്തുന്ന ധാരാളം പേര് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. എല്ലാ കാര്യങ്ങളിലും ക്ഷമയോടുകൂടി കൈകാര്യം ചെയ്യുക. മറ്റുള്ളവരുടെ അപ്രീതി ഉണ്ടാകാതിരിക്കാനും തൊഴിൽപരമായിട്ട് മേലധികാരികളുടെ അപ്രീതി വരാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. കന്നിരാശി. ഉത്തരത്തിൻ്റെ 3/4 അത്തവും ചിത്തിരയുടെ ആദ്യത്തെ 30 നാഴിയും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് കന്നിരാശി. കന്നിരാശിക്കാർക്ക് പൊതുവെ ഈ വാരം സാമ്പത്തികമായിട്ട് നേട്ടമുണ്ടാകും. മനസ്സിന് സമാധാനവും സന്തോഷവും ലഭിക്കും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാകും. ദാമ്പത്യ സുഖം പ്രതീക്ഷിക്കാം. കലാപരമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ഗൃഹവാഹനായി സൗഖ്യം പ്രതീക്ഷിക്കാം. ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹ സാഫല്യം ഉണ്ടാവും. ഉദര സംബന്ധമായിട്ടുള്ള അസുഖങ്ങളോ മറ്റെന്തെങ്കിലും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടോ പ്രയാസമുള്ളവർക്ക് അത് പൂർണ്ണമായിട്ട് മാറി മനസ്സിന് സമാധാനവും സന്തോഷമൊക്കെ ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പൊതുവെ ഈ വാരം നന്നായിരിക്കും. തുലാരാശി. ചിത്രയുടെ അവസാനത്തെ 30 നാഴികയും ചോതിയും വിശാഖത്തിൻ്റെ 3/4 കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് തുലാം രാശി. തുലാരാശിക്കാർക്ക് പൊതുവെ ഈ വാരം സാമ്പത്തിക നേട്ടങ്ങളും മനസമാധാനവും സന്തോഷവും ദാമ്പത്യ സുഖവും പ്രതീക്ഷിക്കാം. ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല. എല്ലാ കാര്യത്തിനും അല്പൊരു തടസ്സങ്ങളോ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ അനുഭവപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ്. പിതൃഗുണവും പിതൃസമ്പത്ത് ലഭിക്കും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. കർമ്മസംബന്ധമായിട്ട് ചെറിയ ചെറിയ തടസ്സങ്ങളുണ്ടെങ്കിലും അത് പൂർണ്ണമായിട്ട് മാറിക്കിട്ടും. ആരോഗ്യനില മെച്ചമായിരിക്കും. പിന്നെ നടുവേദന, കാലുവേദന, ഉദര സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വൃശ്ചികരാശി. വിശാഖത്തിൻ്റെ അവസാനത്തെ 15 നാഴിക അനീടവും തൃക്കേട്ടയും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് വൃശ്ചികരാശി. വൃശ്ചികരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യ സുഖവും മനസന്തോഷവും ഐശ്വര്യവും ഭാഗ്യപുഷ്ടിയും സൽകീർത്തിയും സമ്പത്ത് പ്രതീക്ഷിക്കാം. കലാപരമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക് ഈ വാരം നന്നായിരിക്കും. മനസമാധാനവും സന്തോഷം ലഭിക്കും. ആഗ്രഹ സാഫല്യം ഉണ്ടാവും. ദാമ്പത്യപരമായിട്ട് വിജയസാധ്യത ഉണ്ടാവും. വിവാഹം വളരെ നാളുകളായിട്ട് വിവാഹം നടക്കാതെ വിഷമിക്കുന്നവർക്ക് വിവാഹ സാധ്യത ഉണ്ടാവും. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. മനസമാധാനവും സന്തോഷം ലഭിക്കും. പൊതുവെ ഈ വാരം ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നടക്കാൻ സാധ്യതയുണ്ട്. മുൻകോപം പിടിവാശി കഴിയുന്നതും കുറയ്ക്കണം. ശത്രുക്കൾ പോലും മിത്രമാവാൻ സാധ്യതയുണ്ട്. പൊതുവെ ഗൃഹവാഹനാദി ഗുണം അനുഭവപ്പെടും. എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ വിജയ സാധ്യത തെളിഞ്ഞു വരും.
അപ്രതീക്ഷിതമായിട്ടുള്ള വിജയസാധ്യത ഉണ്ടാകും. പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ കവിഞ്ഞ് നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പൊതുവെ വാരം നന്നായിരിക്കും. മുൻകോപം മാത്രം കുറയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ധനുരാശി. മൂലം പൂരാടം ഉത്രാടത്തിന്റെ ആദ്യത്തെ 15 നാൾ ചേരുന്ന 2.25 നക്ഷത്രമാണ് ധനുരാശി. ധനുരാശിക്കാർക്ക് പൊതുവെ വാരം ദാമ്പത്യ സുഖവും മനസന്തോഷവും ഐശ്വര്യവും ഭാഗ്യപുഷ്ടിയും സൽകീർത്തിയും സമ്പത്തും പ്രതീക്ഷിക്കാം. ഗൃഹവാഹനാദി ഗുണം. സ്വന്തമായിട്ട് വീട് വയ്ക്കുക, വാഹനം വാങ്ങിക്കുന്നതിനും എന്തെങ്കിലും പ്രവൃത്തികളിൽ ഏർപ്പെടുന്നതിനൊക്കെ ബിസിനസ്സിൽ ഏർപ്പെടുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. എങ്കിലും ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല. വേണ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഉണ്ടാവും. മറ്റുള്ളവരുടെ ബന്ധുജന വിരോധങ്ങളൊക്കെ അനുഭവപ്പെടാം. മാതൃതുല്യരായിട്ടുള്ള ആൾക്കാർക്ക് പ്രയാസങ്ങളുണ്ടാവാം. മാതാവിനോ മാതൃബന്ധുക്കൾക്കോ അരിഷ്ടതരുണ്ടാകാൻ സാധ്യതയുണ്ട്. കർമ്മസംബന്ധമായിട്ടും ശത്രുക്കൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. തൊഴിൽപരമായിട്ട് പലവിധത്തിലുള്ള വിഷമങ്ങളുണ്ടാവും. ശാരീരിക ക്ലേശങ്ങൾ അനുഭവപ്പെടാം. എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിക്കുക. ആരോഗ്യപരമായിട്ടും സാമ്പത്തികമായിട്ടും തൊഴിൽപരമായിട്ടും കുറച്ചൊരു ബുദ്ധിമുട്ട് ഇടയ്ക്കിടയ്ക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ദോഷപരിഹാരമായിട്ട് മഹാസുദർശന യന്ത്രം ധരിക്കുക, മഹാസുദർശന യന്ത്രം ധരിക്കുക, വിഷ്ണുപ്രീതി വരുത്തുക, വിഷ്ണുവിന് പാൽപ്പായസം കഴിപ്പിക്കുക, തുളസിപ്പൂ കൊണ്ട് അർച്ചന നടത്തുക. എപ്പോഴെങ്കിലും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലോ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലോ അതുപോലെ ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുന്നത് വളരെ നന്നായിരിക്കും. ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാകും. മകരരാശി. ഉത്രാടത്തിന്റെ മുക്കാലും തിരുവോണവും അവിട്ടത്തിന്റെ ആദ്യത്തെ 30 നാഴിയും കൂടി ചേരുന്ന 2.25 നക്ഷത്രമാണ് മകരരാശി. മകരരാശിക്കാർക്ക് ഈ വാരം സാമ്പത്തിക നേട്ടങ്ങളും മനസമാധാനവും സന്തോഷവും ഭാഗ്യപുഷ്ടിയും ഐശ്വര്യവും പ്രതീക്ഷിക്കാം. സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്ക് സന്താന ലബ്ധിക്ക് സാധ്യതയുണ്ട്. ഗൃഹവാഹനാദി ഗുണം പ്രതീക്ഷിക്കാം. സഹോദര സ്ഥാനിയിൽ നിന്ന് നേട്ടങ്ങളൊക്കെ ഉണ്ടാവും. വിവാഹാദി മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനോ വിവാഹം നടക്കാനോ സാധ്യതയുണ്ട്. കർമ്മസംബന്ധമായിട്ടുള്ള നേട്ടങ്ങളുണ്ടാവും. ശാരീരികമായിട്ട് ചെറിയ ചെറിയ ക്ലേശങ്ങളോ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ അസ്വസ്ഥതകളോ ഉണ്ടെങ്കിലും അതിൽ നിന്നൊരു മോചനം പ്രതീക്ഷിക്കാം. പൊതുവെ വാരം നന്നായിരിക്കും. ബുദ്ധിമുട്ടോ പ്രയാസങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവും. കുംഭരാശി. അവിട്ടത്തിന്റെ അവസാനത്തെ 30 നാഴികയും ചതയവും പൂരിട്ടായുടെ മുക്കാലും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് കുംഭരാശി. കുംഭരാശിക്കാർക്ക് പൊതുവെ ഈ വാരത്തിലെ ഏഴരശനി കാലമാണ്. മാനസികമായിട്ടും ശാരീരികമായിട്ടും ചെറിയ ചെറിയ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ടെൻഷനൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഗൃഹവാഹനാദി ഗുണം പ്രതീക്ഷിക്കാം. ഗൃഹവാഹനാദി സമ്പത്തുണ്ടാവും, നേട്ടങ്ങളുണ്ടാവാം. ദാമ്പത്യ സുഖം പ്രതീക്ഷിക്കാം. ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. സംസാരത്തിലൂടെ ശത്രുത വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാം തുറന്നു പറയുന്ന സ്വഭാവം കഴിയുന്നതും കുറയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. മാതൃപിതൃഗുണം പ്രതീക്ഷിക്കാം. പ്രതീക്ഷിക്കുന്ന പല കാര്യങ്ങളിലും വിജയസാധ്യത ഉണ്ടാവും. ഏതെങ്കിലും വിധത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ലോട്ടറി പോലുള്ള എന്തെങ്കിലും അപ്രതീക്ഷിതമായിട്ടുള്ള ഭാഗ്യങ്ങളും പ്രതീക്ഷിക്കാം. പൊതുവെ ഈ വാരം നല്ലതാണ്. മീനൻ രാശി. പോരിട്ടായുടെ അവസാനത്തെ 15 നാഴിയും ഉത്രട്ടാതിയും രേവതിയും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് മീനൻ രാശി. മീനൻ രാശിക്കാർക്ക് പൊതുവെ ആരോഗ്യപരമായിട്ട് ഈ വാരം നന്നായിരിക്കും. മുൻകോപം പിടിവാശി കുറയ്ക്കുന്നത് നന്നായിരിക്കും. വീഴ്ചകളോ മുറിവുകളോ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സഹോദരാദി ഗുണം പ്രതീക്ഷിക്കാം. ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ സ്വന്തം കഴിവുകൊണ്ടുള്ള നേട്ടങ്ങളും ധനപരമായിട്ടുള്ള ഉയർച്ചകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാലുവേദനയും വാദസംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാനും സാധ്യത കൂടുതലാണ്. ദാമ്പത്യ സുഖം പ്രതീക്ഷിക്കാം. ഗൃഹവാഹനാദി ഗുണം ഉണ്ടാകും. ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകും. സ്വന്തമായിട്ട് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർ വളരെ സൂക്ഷിക്കണം. സാമ്പത്തിക നഷ്ടം വരുന്ന ബിസിനസ്സൊക്കെ ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏതെങ്കിലും വിധത്തിൽ നഷ്ടങ്ങൾ വരാൻ സാധ്യതയുള്ള ബിസിനസ്സൊക്കെ വളരെ സൂക്ഷിക്കുക. കാരണം ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ചിലപ്പോൾ നഷ്ടങ്ങൾ വരാം. കാരണം ബിസിനസ്സൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു ദിവസത്തേക്കുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ ആയിരിക്കും വാങ്ങിച്ചു വയ്ക്കുന്നത്. അടുത്ത ദിവസം അത് കേടായി പോകുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ നഷ്ടങ്ങൾ വരാൻ സാധ്യതയുള്ള പ്രത്യേകിച്ച് ആഹാരങ്ങൾ ഫുഡുമായിട്ട് ബന്ധപ്പെടുന്ന ബിസിനസ്സൊക്കെ ചെയ്യുന്നവർ, ഹോട്ടൽ ബിസിനസ്സൊക്കെ ചെയ്യുന്നവർ വളരെ സൂക്ഷിക്കേണ്ട സമയമാണ്. അപകീർത്തി ഉണ്ടാവാം. ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വരും. സാമ്പത്തിക നഷ്ടം വരാം. അതുപോലെ കടം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അലച്ചിലും മാനസികമായിട്ടുള്ള ടെൻഷനും മനോവിഷമങ്ങളും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. മറ്റുള്ളവരെ പൂർണ്ണമായിട്ടും വിശ്വസിക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ചിലരെങ്കിലും ഏതെങ്കിലും വിധത്തിൽ തൊഴിൽ മറ്റുള്ളവരെ ഏൽപ്പിച്ചിട്ട് യാത്രകൾ ചെയ്യുന്നവരും
അല്ലെങ്കിൽ വീട്ടിൽ ഇരിക്കുന്നവരും ധാരാളം പേരുണ്ട്. അപ്പോൾ അവരെ ഒന്നും പൂർണ്ണമായിട്ട് വിശ്വസിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏതെങ്കിലും വിധത്തിൽ ഏഴരശനി കാലത്ത് നഷ്ടപ്പെടാനുള്ള നഷ്ടം വരാൻ അല്ലെങ്കിൽ ധനനഷ്ടം വരാനുള്ള സാധ്യത, തസ്കര ഭയം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലായതുകൊണ്ട് സാമ്പത്തിക രംഗത്ത് എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധിക്കുക. ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ നിക്ഷേപം നടത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആറ്റുകാൽ ജ്യോതിശാസ്ത്രം ഈ ആഴ്ചത്തെ വാരഫലം ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും അടുത്ത ആഴ്ച കാണാം. കത്തുകൾ അയക്കേണ്ട വിലാസം: ആറ്റുകാൽ രാധാകൃഷ്ണൻ, രമാ ജ്യോതിഷാലയം, തിരുവനന്തപുരം 9.